റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജലീൽ മദനി. ഏതൊരു വ്യക്തിയുടെയും വലിയ സ്വപ്നവും പ്രതീക്ഷയുമാണ് മക്കൾ. രക്ഷിതാക്കൾക്കും കുടുംബത്തിനും നൽകുന്ന സന്തോഷം എന്നുള്ളത് അതിരില്ലാത്തതാണ്. ഇത് ആസ്വദിക്കാത്തവരായി നമ്മിൽ ആരും തന്നെ ഉണ്ടാകുകയില്ല. സന്തോഷവും സംതൃപ്തിയും എത്രമാത്രം മക്കളിൽ നിന്ന് ആസ്വദിച്ചതുപോലെ കണക്കില്ലാത്ത പ്രതീക്ഷകളും ആ രക്ഷിതാക്കൾക്കുണ്ട്. മണ്ണിൽ ഒരു വിത്തു നട്ടാൽ ദിനംപ്രതി മുളച്ചു വലുതാകുമ്പോൾ നട്ടവന് വലിയ സംതൃപ്തിയും സന്തോഷവും ലഭ്യമാകുന്നു. എന്നാൽ സമകാലിക സാഹചര്യങ്ങളിൽ മക്കൾ വലുതാകുന്നതനുസരിച്ച് രക്ഷിതാക്കളിൽ പേടിയും ആധിയും വർദ്ധിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് പലരും പല വിധങ്ങളിലുള്ള ചർച്ചകൾ നടത്തുന്നു. എവിടെയാണ് ചികിത്സ നൽകി പ്രശ്നപരിഹാരം കണ്ടെത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചനയും ചിന്തകളും നമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രശ്നപരിഹാരം കണ്ടെത്താനും ഓരോരുത്തരും കടപ്പെട്ടവനാണ് എന്ന ബോധം നമ്മിൽ നിന്നും എന്നകലുന്നുവോ അന്നു മുതൽ പ്രശ്നങ്ങളിൽ നിന്ന് പ്രതിസന്ധിയിലേക്കുള്ള പ്രയാണം മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മറിച്ച് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഞാനും എൻ്റെ കുടുംബവും കടപ്പെട്ടവരാണ് എന്ന ബോധം ക്രിയാത്മകതയിലേക്ക് നമ്മെ നയിക്കുക മാത്രമല്ല, മാതൃകാ സമൂഹത്തെ വാർത്തെടുക്കാൻ സാധ്യമാകുകയും ചെയ്യും. ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന ആളുകൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. എന്നാൽ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇളം മനസ്സിൽ ഇടം പിടിക്കും വിധം മാതൃകകൾ തീർക്കാൻ മുതിർന്നവർക്ക് സാധ്യമായാൽ മാത്രമേ ഇത്തരം പ്രതിസന്ധികളെ അനായാസം അതിജയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ മാറിടങ്ങളിൽ കിടന്നു വളർന്ന മക്കൾ ഒരു വേള അവരുടെ സന്തോഷങ്ങളുടെയും സങ്കടങ്ങളുടെയുമെല്ലാം അഭയകേന്ദ്രമായിരുന്നു നമ്മുടെ മാറിടങ്ങൾ. എന്നാൽ അവർ നമ്മുടെ മാറിടങ്ങളിൽ നിന്നും എന്നവർ അകന്നു പോകുന്നുവോ അന്നു മുതൽ അവർ നമ്മിൽ നിന്നും അകന്നു പോകുകയാണ് എന്ന തിരിച്ചറിവിലൂടെ അവരെ നമ്മിലേക്ക് തന്നെ അടുപ്പിക്കാൻ സാധ്യമാകയാൽ മാത്രമേ രക്ഷാകർത്തത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുകയുള്ളൂ. അത്തരം ഇടപെടലുകൾക്ക് മാത്രമേ അവരെ ചലിപ്പിക്കുവാനും നിയന്ത്രിക്കുവാനും സാധിക്കുകയുള്ളൂ. ശിക്ഷയിലൂടെ മാത്രമേ ശിക്ഷണം നൽകുക എന്നതിൽ നിന്നും മാറി മാതൃകകൾ ഒപ്പിയെടുക്കാൻ പറ്റുന്ന പ്രതലം അവർക്ക് മുമ്പിൽ ഒരുക്കിക്കൊടുക്കുന്നതിൽ എത്ര കണ്ട് വിജയിച്ചു എന്ന് സ്വയം വിചാരണയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യം കൂടിയാണ് ഈ വ്രതനാളുകൾ എന്ന് പറയുന്നത്. വ്രതവിശുദ്ധിയുടെ ഇത്തരം ചിന്തകൾ നേടിയെടുക്കാൻ സാധ്യമാകുന്നുണ്ടോ എന്നുകൂടി വിലയിരുത്താൻ നാം സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എല്ലാം തുറന്നു സംസാരിക്കുവാൻ പറ്റുന്ന സുഹൃത്തുക്കൾ വീട്ടിൽ കാത്തിരിക്കുന്നു എന്ന തോന്നൽ ചെറുപ്പം മുതൽ നമ്മുടെ കുട്ടികൾക്ക് അനുഭവിക്കുവാൻ സാധ്യമായാൽ അവർ നമ്മിൽ നിന്നും അകലുകയില്ലെന്നു മാത്രമല്ല, നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് പറന്ന് പന്തലിക്കുവാൻ അവർക്ക് സാധിക്കും. പരസ്പരം താങ്ങും തണലുമായി അവരുടെ വളർച്ചയ്ക്ക് മാനസിക കരുത്തു നൽകുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. വടി വളഞ്ഞിരിക്കുന്നിടത്തോളം കാലം നിഴൽ നേരെയാകില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. മക്കൾക്ക് മാതൃകളായി വളരുവാനുള്ള സാഹചര്യം നാം അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കുക എന്നത് നമ്മുടെ കടമയാണ്, ബാധ്യതയാണ്. അത് സ്രഷ്ടാവിൻ്റെ കൂടി കൽപ്പനയാണ് എന്നത് ഈ വ്രതവേളയിൽ ചിന്തയും കാഴ്ചപ്പാടുകളും രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ മാറിടത്തിലേക്ക് കുട്ടികൾക്ക് തിരിഞ്ഞു നടക്കുവാനും അതോടൊപ്പം സ്നേഹവും സഹകരണവും ഇഷ്ടവും മനോഭാവവും എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള മനസ്ഥിതിയുള്ള നല്ല മക്കളായി വളരുവാൻ അവിടെ വളർത്തുവാനും പറ്റുന്ന കൂട്ടായ പരിശ്രമം എല്ലാവരുടെയും ബാധ്യതയാണ് എന്ന് തിരുത്താനും അതിൻ്റെ മാറ്റത്തിൻ്റെ അനിവാര്യത മനസ്സിലാക്കി മുന്നേറ്റത്തിന് തയ്യാറാകുവാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അബ്ദുൽ ജലീൽ മദനി.